ഞാന് കോടതിയിൽ നിന്ന് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. എല്ലാവരും വിളിച്ച് ചോദിക്കാൻ പോയ കാര്യം എന്തായി. അപ്പൊ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അൽഹംദുലില്ലാഹ് 4 കൊല്ലമായി ഇല്ലാത്തത് പറഞ്ഞ് കള്ളനാണ്, ആത്മീയ ചൂഷകനാണ്, പെണ്ണ് പിടിയനാന്നൊക്കെ പറഞ്ഞിട്ട് 4 കൊല്ലമായി യൂട്യൂബർമാർ നമ്മളൊറ്റിട്ട് ഇങ്ങനെ കറക്കണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഹാമിദ് ആറ്റക്കോയ കോടതിയിൽ പോയിട്ട് കേസെടുത്ത കഥയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഏത് കോടതിയിലാണ്? കേരള ഹൈക്കോടതിയിലാണ് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ വക്കീലന്മാരിങ്ങനെ മേശയും ടേബിളും ഇട്ടിട്ടിരിക്കുക. ഹാമിദേ കേസെടുക്കുക, ഇവിടെ തന്നോ എന്നും പറഞ്ഞിട്ട് കേസ് ഇങ്ങനെ വാങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അതുപോലെ വക്കീലന്മാരുടെ ഓഫീസൊക്കെ ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കണോ എന്താവട്ടെ. അപ്പോൾ ഹാമിദ് ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്താ കേസ് കൊടുത്തിരിക്കണത്? ഹാമിദ് ചെയ്ത വിവരക്കേടുകൾ യൂട്യൂബർമാർ യൂട്യൂബിലൂടെ പുറത്തു വിട്ടു. എന്തിൻ്റെ ഭാഗമായിക്കൊണ്ട്? ആത്മീയ ചൂഷണം. ഈ ആത്മീയ ചൂഷകരുടെ വഞ്ചനയിൽ നിന്ന് ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ. അതൊക്കെ പോട്ടെ ഹാമിദേ, ഈ ഹൈദർ മധൂറിന് പൈസ കൊടുത്തു എന്നുള്ളൊരു തെളിവ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. മിറർ കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എൻ്റെ പ്രിയ സുഹൃത്ത് സലീൽ ബിൻ കാസിം അത് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പഴയൊരു മൊയിലിയർ അവിടെ നിന്നിട്ട് വിക്സ് കണ്ണ് തേച്ചിട്ട് കരയണതൊക്കെ ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ? കേട്ടോ കാണി. നമസ്കാരം, സലീൽ ബിൻ കാസിമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹാമിദുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്. മുംബൈയിലുള്ള ഒരു ഫോട്ടോസ്, ഒരു കോഴിക്കാല് കടിച്ചു പറിക്കുന്നത് പോലെയുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് പല ആളുകളും കണ്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തത് ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം PMS പൂക്കോയ തങ്ങളുടെ മകനാണ്. ഹാമിദിന് ഇജാസത്ത് കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഗുരുനാഥന്റെ മകനാണ്. ഇദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ഹാമിദിനെതിരെ ഒരു കോക്കസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാര്യം? എന്റെ പേര് കുഞ്ഞിക്കോയ തങ്ങൾ എന്നാണ്. പന്തല്ലൂരാണ് വീട്. PMS കുഞ്ഞിക്കോയ. ഹാമിദ് എന്റെ കൂടെ ബോംബെയിൽ ഉണ്ടായിരുന്നു. 2015 കൂടുതലൊന്നുമില്ല, 2 മാസം എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഫോട്ടോ നിങ്ങൾ ചോദിച്ച പോലെ ഞാന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൂടുതലൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. ഹാമിദിന്റെ മജ്‌ലിസൊക്കെ തുടങ്ങിയ ശേഷം പല ഫോട്ടോകളും ഓരോ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നുണ്ട്. അത് എല്ലാതൊന്നും ഞാൻ കൊടുത്തതല്ല. ഞാനൊരു 2 ഫോട്ടോ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഫോട്ടോസിന്റെ ഒക്കെ കഥകള് എനിക്കറിയാം. മൂപ്പരെ ഇതൊക്കെ കണ്ടിട്ട് വർത്താനങ്ങളൊക്കെ അത് ആ ഒരു ശൈലി ഉണ്ടല്ലോ, അത് ഈ പെണ്ണുങ്ങളാണ് കൂടുതലും അയാളത്. ആണുങ്ങൾക്കൊന്നും പറ്റൂല. അതൊക്കെ ഇയാളൊരു അങ്ങനത്തെ ഒരു ഇതാണ്, ഒരു കോമഡി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ അറിയോ, തങ്ങളാണ് പേരിന്റെ മുന്നിലുള്ളതുകൊണ്ട് ആളുകളൊന്നും പറയില്ല. തങ്ങളല്ലേ മൂപ്പരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു ഇതുണ്ടാകുമ്പോ പിന്നെ ഒന്നും മുണ്ടൂല. അതാണ് വിഷയം. ചികിത്സക്ക് ആള് വരൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി മജ്‌ലിസ. ഞാൻ ചോദിച്ചു മൂപ്പര് നല്ലോണം കരയും. ദ്വേർക്കുന്ന സമയത്ത് മലയാളത്തിലൊക്കെ കരയാൻ പറ്റുന്ന വെച്ചാൽ അത് ഞാൻ പറയാം. അത് കരയണ പറയാം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും ഭയങ്കര ഇതായിട്ട് കണ്ടെന്ന് പറഞ്ഞാല് ഈ സിഗരറ്റിന്റെ കൂടിന്റെ ബാക്കിൽ കവർ ഉണ്ടാവുമല്ലോ, ഈ കവറിൽ ആള് വിക്സ് തേച്ച് വെക്കും. അത് തേച്ചിട്ട് എന്ത് ചെയ്യും, മറ്റേ തോപ്പിന്റെ പോക്കറ്റിൽ വെക്കും. ഓരോ ആളുകൾ ഉണ്ടാവും മജ്‌ലിസിൽ ഇരിക്കണ സ്ത്രീകൾ. എന്റെ മകൻ ഇങ്ങനെ, എന്റെ മകൾക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ അവരെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് ദ്വേർക്കും. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദുആ ചെയ്യുന്ന സമയത്ത് മൂപ്പര് അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ കണ്ണു വെച്ചിട്ട് റഹ്മാനുർ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദുആ ചെയ്യുന്ന സമയത്ത് മൂപ്പര് അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ കണ്ണു വെച്ചിട്ട് റഹ്മാനുർ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. ഇതൊന്നും ആദ്യം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്താണ്, മൂപ്പരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇത് കഴിയണത്, ഇങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെ കരയാനൊക്കെ എങ്ങനെ പറ്റുന്ന വെച്ചാൽ മൂപ്പരിനോട് പറ, അടുത്ത മജ്‌ലിസ് നിങ്ങൾ നോക്കിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ശരിയാണ്, അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത്. ഇതിന്റെ മുമ്പത്തെ മജ്‌ലിസിലൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, അറിയുന്നില്ല. കാരണം ഞാൻ ഇയാളെ ഓരോ സംസാരങ്ങൾ കേട്ടിട്ട് ചില സമയത്ത് ചിരിച്ച് താഴോട്ട് എനിക്ക് തന്നെ ചിരി വരും. ഇയാൾക്ക് അറിയുന്ന ആൾക്കാരതെ, ഇയാൾ അങ്ങനത്തെ വർത്താനേ പറയുള്ളൂ. മുന്നിലിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാലൊക്കെ ഈ പാവങ്ങളല്ലേ, ഓരെന്താ പറയാ. ഞങ്ങളോട് പറയാം, തങ്ങൾ എന്നുള്ളൊരു പേര് മുന്നിലെ ഇയാൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഓർക്ക് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല. കേട്ടില്ലേ? അപ്പോൾ അതൊരു യൂട്യൂബറിനെയാണ് കേട്ടോ. യൂട്യൂബർ മാത്രമല്ല, ആളൊരു വ്ളോഗറും കൂടിയാണ്. അദ്ദേഹം അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ടതാണ്. അപ്പോൾ അതിനെതിരെയാണോ കേസ് കൊടുത്തിരിക്കുന്നത്? അതോ പണ്ട് ഹൈദർ മധൂർ നീയും തമ്മിൽ വളരെ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം നേർക്ക് നേരെ നിന്നുകൊണ്ട് കണ്ണൂരിൽ എവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അതിനുശേഷം ഹൈദർ മധൂറിന് കൊടുത്ത പൈസ അത് ഹൈദർ മധൂർ വാങ്ങി എന്നാണ് ഇപ്പോൾ ആരൊക്കെ പറയണ്ടത്. എനിക്കറിയില്ല കേട്ടോ. കൊടുത്തോന്നും അറിയില്ല, വാങ്ങിയൊന്നും അറിയില്ല. ഇനി കൊടുത്തിട്ടില്ല എന്നും പറയില്ല, വാങ്ങിയിട്ടില്ല എന്നും പറയില്ല. ഞാൻ കാണാത്തത് കൊണ്ട്
അങ്ങനെ സംഭവിച്ചു എന്ന് പറയണില്ല എന്നേ ഉള്ളൂ. ഇജ്ജ് കൊടുക്കാതെ ഇരിക്കൂല വാങ്ങാതെ ഇരിക്കൂല മറ്റൊരു കാര്യം എന്തോട്ടെ നമ്മളായി ഇല്ലാത്ത കാര്യം നമുക്ക് അറിയാത്തതെന്ന് നമ്മൾ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ ഹൈദർ മധൂർ അനക്കെതിരെ വീഡിയോ ചെയ്യണില്ല എന്നാ. ഞാൻ റമദാൻ അവസാനത്തിലെ 10 വീഡിയോ ചെയ്തിരുന്നില്ല. ആളുകൾ പലരും പറഞ്ഞു ഇജ്ജിനിക്ക് പൈസ തന്നിട്ടാണ് ഞാൻ എനിക്കെതിരെ വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ സത്യത്തിൽ അതല്ല എന്നുള്ളത് അറിയിക്കും കൂടി വേണം. അതിനുശേഷം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യാതിരിക്കണമെങ്കിൽ ഈ 5 ലക്ഷം 6 ലക്ഷം കൊണ്ടൊന്നും ഞാൻ ഒതുങ്ങൂല കേട്ടോ. ഒരു 1.5 കോടി കിട്ടുകയാണെങ്കിൽ അത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. എൻ്റെ വീഡിയോ പിന്നെ ചെയ്യൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഈ 4 കൊല്ലമായിട്ട് വിവരക്കേട് പറയാണ്, ആത്മീയ ചൂഷണം നടത്തേണ്ട ഒരു സലാത്തുൽ ഫാത്തിഹ എന്നും പറഞ്ഞിട്ട് ആളുകളെ വിളിച്ചു വരുത്തി ചികിത്സ നടത്തുക. ഇജ്ജ് ഹൈക്കോടതിയിൽ ആദ്യം തെളിയിക്കേണ്ട രജ്ജ് ചികിത്സക്ക് വിളിക്കുന്ന വീഡിയോ നമ്മൾ പുറത്തിട്ടിട്ടുണ്ട്. എന്ത് ചികിത്സ എനിക്ക് ചെയ്യാൻ പറ്റുക, അതിനുള്ള എന്ത് സർട്ടിഫിക്കറ്റാണോ ചങ്ങായി എൻ്റെ കയ്യിലുള്ളത്? ഇജ്ജ ഹൈക്കോടതിയിൽ പോയിക്കണത് വല്ലാത്ത ജാതി. തള്ളുമ്പോൾ ഒരു മയത്ത് തള്ളണ്ടേ അല്ലേ? പറ. ഒരു തെളിവില്ല. അപ്പൊ ഇല്ല, അണക്കൊരു തെളിവുമില്ല, ഉണ്ടാവൂല്ല. നമ്മളെന്താട്ടി സഹിച്ചു നിന്നു. അപ്പൊ അൽഹംദുലില്ലാ പല ആളുകളുടെ അഭിപ്രായ പ്രകാരം ഇന്ന് ഞാൻ എന്താട്ടി ഹൈക്കോടതിയിൽ പോയി വക്കീലിനെ കണ്ടു. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു പേടിക്കണ്ട, ആരൊക്കെ മോശമായ വീഡിയോ ഇട്ടോ അതൊക്കെ ഒരു പെൻഡ്രൈവിലോ അതല്ലെങ്കിൽ CD-യിലോ ആക്കി ഏൽപ്പിക്കാൻ പറഞ്ഞു. അവർ അഡ്രസ് സി ഡി ഒന്നും ഇപ്പോൾ ആരത്തും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പെൻഡ്രൈവ് ഇല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിലൊക്കെ ആക്കിക്കോ. ഇനി അല്ലെങ്കിൽ ഒക്കെ യൂട്യൂബിലുണ്ടല്ലോ. എല്ലാവരും പേര് കൊടുക്കുമ്പോൾ ഈ സാധുവിൻ്റെ പേര് പ്ലീസ് കൊടുക്കൊണ്ടു കേട്ടോ. ഓക്കെ, നമുക്ക് ഹൈക്കോടതിയിൽ കുറേ കാര്യങ്ങൾ പറയാനുള്ളത്. എന്നിട്ട് അവിടെ തപ്പിപ്പിടിക്കും ഇൻഷാ അല്ലാഹ്. തപ്പൊന്നും വേണ്ട, ഒക്കെ യൂട്യൂബിലുണ്ട്. യൂട്യൂബ് തരേണ്ട കിട്ടിയില്ലെങ്കിൽ ഫേസ്ബുക്കിലുണ്ടാവും. അതും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എത്തിച്ചു തരാം. അതിന് പെൻഡ്രൈവിലായാലും വേണ്ടില്ല, എന്തിലാ വേണ്ടിച്ചാക്കി കൊടുന്നു തരാം. അല്ല യൂട്യൂബ് അങ്ങനെ ഏറ്റി കൊടുന്നു തരാം. സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കള്ളനെന്ന് വിളിച്ചവനും എന്റെ ഫോട്ടോ വെച്ചവനും തമ്പലൈനിൽ ഇന്നത്തെ ഈ തമ്പനയിലും എൻ്റെ ഫോട്ടോ ഉണ്ട്. ആരെ സോഷ്യൽ മീഡിയയിലൂടെ കിടന്നിട്ട് ഇങ്ങനെ ചിലക്കാൻ പറഞ്ഞത്? സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് വിവരക്കേട് വിളമ്പിക്കഴിഞ്ഞാൽ എല്ലായിടും. പിന്നെ തമ്പലൈനല്ല കേട്ടോ, തമ്പനയിൽ അങ്ങനെ തന്നെ പറയണം. ഒരു ചെറിയ സംഭവമാണ്. ഓക്കെ, തമ്പലൈനില് മോശമായി ഒക്കെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നിയമപരമായി നേരിടും. പിന്നെ ഒരു കാര്യം, നമ്മൾ ആർക്കും മറുപടി ഉണ്ടാവില്ല. ഇത് നിയമത്തിനാണുള്ളത്. ഈ നിയമം എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തെ നിയമമല്ല, നിയമമാണ്. ആ നിയമം അത് അണക്കും എനിക്കും ഒരുപോലെയാണ്. അണക്ക ആൾക്കാരെ പറ്റിച്ചെങ്കിൽ ആ പറ്റിച്ചു എന്നുള്ളത് എനിക്ക് വിളിച്ചു പറയാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊരു സംഭവമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അനക്ക് പറ്റിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടുന്നാണ്? അത് ഏത് റൈറ്റ്സാ? അത് ഏത് അവകാശത്തിന് എനിക്ക് കിട്ടിയത്? കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കത് കോടതിയിലൊന്നും തെളിയിക്കേണ്ടി വരും. 6666 ഇൻറ്റു എത്ര ലക്ഷം വാങ്ങിക്കണത്? എത്ര ലക്ഷം 6666 ഈ 4 കൊല്ലമായിട്ട് ഇജ്ജ് വാങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്തിൻ്റെ പേരിൽ പറ. എത്ര കുട്ടികളെ കെട്ടിക്കാൻ എത്ര ആളുകളെയൊക്കെ നജ് പിരിവ് വാങ്ങിക്കണേ? എത്ര വീട് വെച്ച് കൊടുക്കുക എന്ന പേരിൽ എത്ര വീട് വെക്കുവാനുള്ള പൈസ ഇജ്ജ് വാങ്ങിക്കണത്? അതൊക്കെ പോട്ടെ. ഈ ചികിത്സ വീണ്ടും തുടങ്ങിയെന്നും പറഞ്ഞു. ഏത് ചികിത്സയാണ്? എന്താണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ്? ഏത് കോഴ്സാണ് ഈ പൂർത്തിയാക്കിയിരിക്കുന്നത്? ഒരു മനുഷ്യനെ ആത്മീയ ചികിത്സയാണ് നടത്തുന്നതെങ്കിൽ പോലും ആത്മീയ വാണിഭം അതിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണ്ടാമിതേ. പിന്നെ ഹൈദർ മധൂർ ഇതുവരെ മുണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. ഈ സലീൽ ബിൻ കാസിം എന്ന് പറയുന്ന പ്രിയ സ്നേഹിതൻ, അദ്ദേഹം ഒരു തുറന്നു പറഞ്ഞ വീഡിയോ നമ്മൾ കുറച്ച് കണ്ടല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇടക്കും തലക്കൊക്കെ വരും. ഇടക്കും തലക്ക് ഞാനും കാണിച്ചു തരണ്ട് കേട്ടോ, ഇൻഷാ അല്ലാഹ്. പറ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒക്കെ ഹൈറാണ്. എല്ലാവരും കൊടുക്കാനല്ല, നമ്മളെ ഇനി ഓല് ചെയ്യരുത്. ഇനി ചെയ്യും, ചെയ്യേ, സംശയമില്ല. പറ. നമുക്കൊരു മനുഷ്യന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് മനുഷ്യൻ്റെ വിഷമം മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ ഇതുപോലെ വിവരക്കേട് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇതുപോലെ യൂട്യൂബിലൂടെ ഇരുന്നിട്ട് മജ്‌ലിസ് നടത്തിയിട്ടും അല്ലാതെയും ഒക്കെ ജീവിക്കുന്നുണ്ടല്ലോ. കുറച്ചൊക്കെ പല ആളുകളും ഇതുപോലെ ഈ ആത്മീയ ചൂഷണവുമായിട്ട് പോകുന്നുണ്ടാമിതേ. ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തിന് എങ്ങനെ പറയിപ്പിക്കണത്? എൻ്റെ വീഡിയോ യൂട്യൂബർ എന്നാണല്ലോ ഇജ്ജ് പറയണത്. മുസ്ലിങ്ങളായ യൂട്യൂബർ എടുക്കുന്നുണ്ട്. അതിന് പുറമെ നിരീശ്വരവാദികൾ എടുത്തുകൊണ്ട് ട്രോളാക്കിയിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിന് അത് കുറച്ചിലാണ്. ഇജ്ജ് എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിലിരുന്ന് ചെയ്തോ. നമുക്ക് അവിടെ വന്നിട്ട് വെയിലിട്ടാനൊന്നും പറ്റൂല. എൻ്റെ വായിൽ വെയിലിട്ടാൻ പറ്റൂല, മതിലിട്ടാൻ പറ്റൂല. അതിൽ എന്തെങ്കിലും പൂവമ്പഴം അത് തിരികെ തരാനും പറ്റൂല. അത് സോഷ്യൽ മീഡിയയിൽ കിട്ടിട്ട് എന്തിനാണ് ഈ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കണേ?
ഇജ്ജ് പറയിപ്പിച്ച് ഞങ്ങൾ ചെയ്യും. കേസല്ല ഡബിൾ കൊടുത്തോ, ഒരു 3 എണ്ണം കൂട്ടി കൊടുത്തോ, എന്നാലും ചെയ്യും. ആന്ന് പറ. അങ്ങനെ അതുപോലെ പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ ശർറുകൾ കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ അണികളെ ഇങ്ങനെ ദ്വയർക്കുണ്ട്. ശത്രുക്കളുടെ ഷെറ് ഈ വിവരക്കേട് ഇജ്ജ് നിർത്താണ്ട് ഈ ഷെറ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകൂല. കാര്യം 1-2 ആളുകളെ പൈസ കൊണ്ട് ഓട്ടയെടുക്കാൻ പറ്റും. 2-3 ആളുകളെ കേസ് കൊടുക്കൂട്ടോ. ഞാൻ ഹൈക്കോടതി പോയിട്ട് കേസ് കൊടുക്കുന്നതൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഹൈക്കോടതി എന്തിനുള്ള ചങ്ങയ്യേ? ശരി. അല്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും വായിൽ വെയില് കെട്ടാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്നേ. അത് വന്നുകൊണ്ടേയിരിക്കും. ഈ മേഖലയിലൂടെയാണ് പ്രയാണം ചെയ്യുന്നതെങ്കിൽ നിൻ്റെ മുന്നിലും പിന്നിലും സൈഡുകളിലുമായിക്കൊണ്ട് നിരീക്ഷകരായിക്കൊണ്ട് ഞങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇജ്ജ് കേസ് കൊടുക്കേ, നമുക്ക് അതുമേന്ന് കുറച്ച് കളിച്ചു നോക്കുക. ഇജ്ജ് എന്തായാലും കേസ് കൊടുക്കേ, നമുക്ക് കേസ് എന്താണ് എന്നുള്ളത് ഒന്ന് പഠിച്ചാൽ ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ആത്മീയ ചൂഷണവുമായി നടക്കുന്ന ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ മറ്റൊരു വിവരക്കേടുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.